ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ്, ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നത് കൃത്യമായി പറഞ്ഞു. പിന്നെ BJPയെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. BJPയുടെ CPM-മായി ചേർന്ന് നടത്തുന്ന ധിക്കാരവും അഹന്തയും, അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത്. യഥാർത്ഥത്തിൽ BJP പരാജയപ്പെട്ടു, CPM പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് CJP പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ്. ആ കാര്യത്തിലും സംശയമില്ല. രണ്ടുപേരും നടത്തിയ വർഗീയ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാമെന്ന്, വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി CPM ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളിലെ റെലവൻസ് വോട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട്. അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ആ കാഫർ എൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ, നാടിനിയും പോകണ്ട. ആ ചോദ്യം ഞാൻ തിരിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുക. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകും, നാടിനിയും മുന്നോട്ട് പോകണ്ടേ? പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യം ഐക്യം, ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല, അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല, വേട്ടയാടലുകളുടെ നാടല്ല. ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെ ആണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ട് അവനവൻ്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ്. ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ദയവ് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും വരച്ചു വെക്കാൻ അവർ തയ്യാറാവരുത്. പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെൻറ്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത്. കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ കോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ. ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾ കോട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല, മതത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളില്ല. പാലക്കാട്ടെ ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളിലൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ്, ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല. ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ, സ്ഥാനാർത്ഥിയുടെ മേലെ, പാർട്ടിയുടെ മേലെ, മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്. അവർക്കിത് സമർപ്പിക്കുന്നു. അവരോടുള്ള നന്ദി 2011 മുതൽ ഇപ്പോഴായി 24 വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒപ്പം ഞാൻ ഒരു വരിയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട്, ഞാൻ ഇന്നലെ വടകര പോയിരുന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നല്ല എന്നോട് ചോദിച്ചത്, പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്നാണ് വടകരക്കാരൻ ചോദിച്ചത്. അപ്പോൾ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വലുത്. ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല, ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല, ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചരിത്ര ഭൂരിപക്ഷത്തോടെയുള്ള ജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു.